1:30 മുതൽ 2:30 വരെ വിളിച്ചതിന് ശേഷമാണ് ദുരന്ത നിവാരണ അവരുടെ അവിടെ ഒരു ഫോൺ എടുത്തത്. 7 പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് അവർ ഫോൺ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു. 7 തവണ വിളിച്ചു. രാത്രി ഞാൻ 1:30-ക്കാണ് ഇവർ അറിയുന്നത്. 1:30 മുതലേ ശ്രമിക്കുന്നുണ്ട്. 100 കണക്കിന് കട ഇവിടെ നിന്ന് പറഞ്ഞില്ല, ഒരു കട പോലും ഇല്ല. വെള്ളം ഇവിടെ വന്ന് നിൽക്കുന്നു. കഴിഞ്ഞ 2018-നെക്കാട്ടിലെ ഒരു 5-6 അടി വെള്ളത്തിന്റെ കുറവേ ഉള്ളൂ. അങ്ങോട്ടൊരു 300-350 കട മേളിലുണ്ട്. മൊത്തം കടകളും മുങ്ങിപ്പോയി. വലിയ ജുവലറികളും എല്ലാം ആ സൈഡിൽ തന്നെയാണ്. ഇടിമണിക്കൽ ജുവലറി, ട്രെൻഡ്സ്, അങ്ങനത്തെ വലിയ ഷോപ്പുകളുണ്ട്. അതെല്ലാം മുങ്ങിപ്പോയി. അവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഇട്ടിയപ്പാറ ടൗണിനകത്തെല്ലാം. അപ്പൊ റാന്നിയുടെ ഹൃദയഭാഗത്താണ് ഈ വെള്ളം കയറിയിരിക്കുന്നത് മൊത്തം മെയിനായിട്ട്. പലരും ഓണം പ്രതീക്ഷിച്ച സാധനങ്ങൾ. ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഇന്നലെ രാത്രി പോലും ഓണത്തിനുള്ള സാധനങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വ്യാപാരികളുടെ ശരിക്കും പെട്ടു. വ്യാപാരികളുടെ അവസ്ഥ പറയുന്നത് വളരെ പരിതാപകരമാണ്. ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, വെജിറ്റബിൾ ഷോപ്പുകൾ, അങ്ങനത്തെ കട, ഓണം പ്രതീക്ഷയുള്ള ഫർണിച്ചർ ഷോപ്പുകൾ, നേരെ എതിർവശത്തുള്ള ഫർണിച്ചർ അവർക്കൊന്നും വരാൻ പോലും പറ്റിയില്ല വീട്ടിൽ നിന്ന്. 2 മണിക്കൂർ കൊണ്ട് മുങ്ങിപ്പോയി. ശരിക്കും പെട്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇച്ചിരി സ്പീഡ് കുറവുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാം രാത്രി തന്നെയാണ് സംഭവിക്കുന്നത്. പകലാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും.